ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 23, 27 മുതലുള്ള തിരുവചനങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുമായിരുന്നില്ല എന്ന്. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നമുക്ക് ശാന്തമായി ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 26-ാം തീയതി. ഇന്ന് ഈ ചൊവ്വാഴ്ച രാത്രിയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും അവിടുത്തെ തിരുമുഖം കണ്ട് അവിടുത്തെ തിരുമൊഴി കേട്ട് ഈ സമയം ചെലവഴിക്കാൻ കഴിയുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയോടുകൂടെ സമയം ചെലവഴിക്കാൻ കഴിയുന്നത് ഈ ലോകത്ത് മറ്റേത് കാര്യത്തിലും സമയം ചെലവഴിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭാഗ്യമുള്ളതാണ്. ആ സൗഭാഗ്യം കർത്താവ് നമുക്ക് നൽകുന്നതിനെ ഓർത്ത് ഒരിക്കൽ കൂടെ കരമടിച്ച് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ കുടുംബനാഥനായ ഈശോ പറയുന്നത് കേൾക്കാൻ കാതോർക്കുന്ന ഈ സമയത്ത് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ് എന്ന്. ഈശോ പറയുന്നത് ഈശോയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നിയമജ്ഞരെ കുറിച്ചാണ്. അവർ പുറമേ നിയമം പാലിക്കുന്നവരായി കാണപ്പെടുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ അവർ യഥാർത്ഥത്തിൽ തിന്മ പ്രവർത്തിക്കുന്നവരും വഞ്ചിക്കുന്നവരും പറ്റിക്കുന്നവരും നുണ പറയുന്നവരും
അസൂയാലുക്കളും കപടതയുള്ളവരുമൊക്കെ ആയിരുന്നു. ഒരു വശത്ത് അവർ യഹോവ മാത്രമാണ് ദൈവമെന്ന് പറയുന്നു, മറുവശത്ത് അവർ പലതരത്തിലുള്ള ഡൈവേർഷൻസിൽ, പലതരത്തിലുള്ള തിന്മകളിൽ ഏർപ്പെടുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പുറമെ മനോഹരങ്ങളാണ്. വെള്ളയടിച്ച കുഴിമാടങ്ങൾ, നമുക്കറിയാം സിമിത്തേരിയിൽ നമ്മൾ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കുഴിമാടങ്ങൾ അലങ്കരിക്കാറുള്ളത്. അച്ഛൻ വ്യക്തിപരമായി പറഞ്ഞാൽ അച്ഛൻ്റെ ഇടവക പള്ളിയിലെ സിമിത്തേരി വളരെ മനോഹരമാണ്. 100 വർഷത്തോളമൊക്കെ പഴക്കമുള്ള വളരെ ഗ്രാൻഡായിട്ടുള്ള കുഴിമാടങ്ങൾ, കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള കുഴിമാടങ്ങൾ മനോഹരങ്ങളാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം, ഈ കുഴിമാടത്തിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, പൊള്ളയാണ്. 100 വർഷം കഴിഞ്ഞാൽ ആ കുഴിമാടത്തിൻ്റെ ഉള്ളിൽ അസ്ഥി പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഉള്ളിൽ ഒന്നുമില്ല, പുറമെ ഭയങ്കര സംഭവമാണ്. ഇതാണ് വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മൃതസംസ്കാരം കഴിഞ്ഞ് ഒരു വർഷം അല്ലെങ്കിൽ 2-3-4 മാസമൊക്കെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അവസ്ഥ എന്താണ്? അത് ചീഞ്ഞളിഞ്ഞ അവസ്ഥയാണ്. ഉള്ളിൽ ചീഞ്ഞളിഞ്ഞ് കിടക്കുകയാണ്, പക്ഷേ പുറമെ സൂപ്പറാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയും പല സമയങ്ങളിലും അങ്ങനെ തന്നെയാണ്. പുറമേ നോക്കുന്നവർക്ക് എല്ലാം ഭംഗിയാണെന്ന് തോന്നുന്നു. നമ്മൾ ശരീരത്തെ വളരെ നന്നായി സൂക്ഷിക്കുന്നുണ്ട്, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, കാണാൻ കുഴപ്പമില്ല. അപ്പോൾ പുറമേ ഗ്രാൻഡാണ്, പക്ഷേ അകമേ വളരെ മോശമാണ്. നമ്മൾ പറയും, നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ട് കല്യാണമൊക്കെ ഉറപ്പിച്ച് നല്ലതാണ്, നല്ല സൂപ്പറാണ്, നല്ല നിറമൊക്കെ ഉണ്ട്, നല്ല പൊക്കമൊക്കെ ഉണ്ട്, നല്ല സ്മാർട്ടാണ്, നല്ല സോഫ്റ്റാണ് അല്ലേ, എന്തൊക്കെയാണല്ലേ കല്യാണത്തിന് മുമ്പ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പലതും പറഞ്ഞ് കല്യാണമൊക്കെ നടത്തി അവസാനം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത്, പുറമേ കണ്ടതൊന്നുമല്ല അകമേ എന്ന്. പുറമേ കണ്ടപ്പോൾ ഇത് നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബമൊക്കെ ആണെന്ന് തോന്നി. പുറത്തൊരു ബൈബിൾ ഇരിക്കുന്നു, അകത്തൊരു ബൈബിൾ ഇരിക്കുന്നു, പുറത്തൊരു തിരുഹൃദയത്തിൻ്റെ രൂപം, അകത്ത് ബന്ധിതനായ ഈശോയുടെ രൂപം, അങ്ങനെ എല്ലാം കണ്ട് തീരുമാനിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര പ്രാർത്ഥന കുടുംബമാണ് എന്നൊക്കെ വിചാരിച്ച് കല്യാണമൊക്കെ നടത്തി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണെന്നറിഞ്ഞത്. അതാണ് പുറമേ ഓക്കെയാണ്, അകമേ ഓക്കെയല്ല. ചില കുടുംബങ്ങളിൽ പുറമേ പലരും പറയാറുള്ള ഒരു അല്ലെങ്കിൽ ഇവൻ പുറമെ എല്ലാവരോടും ഭയങ്കര സോഫ്റ്റായിട്ടാണ്, വളരെ ജെൻറ്റിലായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവൻ വേറൊരാളാണ്, അല്ലെങ്കിൽ അവൾ വേറൊരാളാണ്. കുടുംബത്തിലുള്ളവരോട് അവളൊരു ശത്രുവിനെ പോലെയാണ്, അവനൊരു ശത്രുവിനെ പോലെയാണ്. വീട്ടിലുള്ള മാതാപിതാക്കളോടൊക്കെ പെരുമാറുന്നത്, സഹോദരങ്ങളോട് പെരുമാറുന്നത്, ജീവിത പങ്കാളി, വീടിന് പുറത്തിറങ്ങിയ ഇതുപോലൊരു നല്ല മനുഷ്യനില്ല എന്ന് ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ പുറമേ ഓക്കെ ആക്കുക എന്നതിനേക്കാൾ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്, നിൻ്റെ അകം വൃത്തിയാക്ക്, നിൻ്റെ കുടുംബം വൃത്തിയാക്ക്, നിൻ്റെ ഹൃദയം വൃത്തിയാക്ക്, നിൻ്റെ ജീവിത പങ്കാളിയോട് നന്നായി പെരുമാറാൻ പഠിക്കുക, നിൻ്റെ മാതാപിതാക്കളോട് നന്നായി ഇടപഴകാൻ പഠിക്കുക, നിൻ്റെ സഹോദരങ്ങളോട് വാത്സല്യത്തോടു കൂടെ ഇടപഴകാൻ പഠിക്കുക. അങ്ങനെ നിൻ്റെ അകം, നിൻ്റെ ഹൃദയം വൃത്തിയാക്കുക. അപ്പോൾ നിൻ്റെ പുറം താനെ വൃത്തിയായിക്കൊള്ളുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളെ ഓഗസ്റ്റ് മാസം 27-ാം തീയതി വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്ന ദിവസമാണ്. വിശുദ്ധ മോനിക്ക വളരെ പ്രശസ്തയായിട്ടുള്ളൊരമ്മയാണ്. ഈ അമ്മയുടെ മകനാണ് വിശുദ്ധ അഗസ്റ്റിൻ. ഒരമ്മയുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഒരു പാപിയായ വഷളനായി ജീവിച്ച ഒരു മകനെ എപ്രകാരം ഒരു വിശുദ്ധനാക്കി തീർക്കാം എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്ന അത് വിശുദ്ധ മോനിക്കയുടെ മാതൃക കാണിച്ചുകൊണ്ടാണ്. അമ്മമാർ മുട്ടുകുത്തി നിൽക്കുമ്പോൾ മക്കൾക്ക് നേരെ നിൽക്കാൻ കഴിയും. അമ്മമാർ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് മക്കൾക്ക് ലോകത്തിൻ്റെ മുൻപിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ കഴിയുന്നത്. നമുക്ക് വിശുദ്ധ മോനിക്കയുടെ മാതൃക മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പ്രചോദനമാണ്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ വിശുദ്ധ പ്രചോദനം നൽകുകയാണ്.
നമ്മുടെ മക്കൾ വിശുദ്ധരായി തീരണമെന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ മക്കൾക്ക് ലോകത്തിൻ്റെ പല കാര്യങ്ങളും കിട്ടുക എന്നതിനേക്കാൾ അവർ വിശുദ്ധരായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ മക്കൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടണമെന്ന്, നല്ല അഡ്മിഷൻ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ മക്കൾക്ക് നല്ല വിവാഹം നടക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന്, അവരുടെ വീട് പണി നടക്കണമെന്ന്, അങ്ങനെ ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോനിക്ക നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മക്കൾ വിശുദ്ധരാകണം എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ കണ്ണീരൊഴുക്കി നേരത്തെ തന്നെ പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾ വിശുദ്ധരാകണം എന്ന്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമുക്ക് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം. എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. നമ്മുടെ മനസാക്ഷിയെ പരിശോധിക്കാം. നമ്മുടെ മനസാക്ഷിയിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും വീണ് കിടക്കുന്ന മാലിന്യങ്ങൾ, നമ്മുടെ മനസാക്ഷിയിലുള്ള മാലിന്യങ്ങൾ. ഓരോരുത്തരും അവരവരെ കുറിച്ച് ചിന്തിച്ചാൽ മതി, വേറെ ആരെയും കുറിച്ച് ചിന്തിക്കേണ്ട. സ്വന്തം മനസാക്ഷിയിൽ വീണ് കിടക്കുന്ന മാലിന്യങ്ങൾ, എൻ്റെ ശരീരത്തിലുള്ള അഴുക്കുകൾ, എൻ്റെ മനസ്സിലും എൻ്റെ ആത്മാവിലുമുള്ള അഴുക്കുകൾ, ദൈവസ്നേഹത്തിനെതിരെ പരസ്നേഹത്തിനെതിരെ ഒക്കെ വന്നു പോയ വീഴ്ചകൾ, ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാതെ പോയ സമയങ്ങൾ, അകം മോടിയേക്കാൾ, ഹൃദയത്തിനുള്ളിലുള്ള പരിശുദ്ധിയേക്കാൾ ബാഹ്യമായതിന് മാത്രം, പുറമേ നല്ലവരായി കാണപ്പെടുന്നതിന് മാത്രം പരിശ്രമിച്ച സമയങ്ങൾ, പുറത്ത് ഒന്നും അകത്ത് മറ്റൊന്നുമായി കപടതയുടെ ജീവിതം നയിച്ച സമയങ്ങൾ നമുക്ക് അനുഭവിക്കാം. വെള്ളയടിച്ച കുഴിമാടങ്ങളെപ്പോലെ പുറമെ എല്ലാം ഓക്കെയാണ് എന്ന രീതിയിലും അകം ചീഞ്ഞളിഞ്ഞ് ഉള്ള അവസ്ഥയിലും വ്യാപരിച്ച സമയങ്ങളെ ഓർത്ത് അനുഭവിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നു പോകുന്ന പാപത്തിൻ്റെ കറകൾ, കടങ്ങൾ, കളങ്കങ്ങൾ യേശുനാമത്തിൻ്റെ യോഗ്യതകളാൽ കഴുകി മാറ്റപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉച്ചത്തിൽ 21 പ്രാവശ്യം ഹൃദയം തുറന്ന് വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന എണ്ണിയാൽ തീരാത്ത ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്, ഒത്തിരിയേറെ നന്മകളുണ്ട്. നമ്മൾ നന്മകളെക്കുറിച്ച് ഓർക്കാതെ പോകുന്നു. അമ്മത്രേസ്യ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം നന്ദി പറയുന്നുവോ അത്രമാത്രം വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും. അപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയമായിട്ടുള്ള കൃപകളുണ്ട്, ഭൗതികവും ശാരീരികവുമായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്. ഇവയോർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശക്തിയോടെ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഓരോരുത്തരും കരമടിക്കുന്നത് 10 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ കരമടിക്കട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തുതിക്കുന്നത് 50 പേർക്ക് കേൾക്കാൻ പറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത്
ഇന്ന് കഴിച്ച ഭക്ഷണം, കുടിച്ച ജലം, ശ്വസിച്ച വായു, ധരിക്കുന്ന വസ്ത്രം, താമസിക്കുന്ന ഭവനം, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, കടന്നുപോകുന്ന വഴികൾ, അങ്ങനെ എല്ലാം ഓർത്ത് നന്ദി പറയട്ടെ. അനുഭവിക്കുന്ന സ്നേഹം, ലഭിക്കുന്ന ദർശനങ്ങൾ, ലഭിക്കുന്ന വെളിപാടുകൾ, കേൾക്കുന്ന വചനം, കാണുന്ന കാഴ്ചകൾ, ലഭിക്കുന്ന ദൈവീക വെളിപാടുകൾ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ശിരസിന് മുകളിൽ കരങ്ങൾ ഉയർത്തി കരമടിച്ച് സ്തുതിക്കട്ടെ. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും 7 നിയോഗങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടണമെന്നത് നമ്മുടെ വ്യക്തിപരമായ നിയോഗമാകണം. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന, നയിക്കപ്പെടുന്നൊരു വ്യക്തിയായി തീരണം എന്നത് എൻ്റെ വിശ്വാസം വർദ്ധിക്കണം. നമ്മുടെ വ്യക്തിപരമായ നിയോഗമാണ്. എൻ്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ കുടുംബാംഗങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. എനിക്ക് എല്ലാവരോടും ഈശോയെക്കുറിച്ച് പറയുകയും മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യണം. എൻ്റെ ഒരു ആഗ്രഹമാണ്, പേഴ്സണൽ ഡിസയറാണത്. ആകണം. എൻ്റെ ഹൃദയം വിശുദ്ധമാകണം, എൻ്റെ അകം ശുദ്ധമാകണം. ഞാനൊരു നല്ല മാതൃകയായി അകമേ പുറമേ നല്ലൊരു മനുഷ്യനായി ജീവിക്കണം. വിശുദ്ധ മോനിക്കയെ പോലെ മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി, മോനിക്ക തൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഭർത്താവ് മാനസാന്തരപ്പെട്ടു. മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മകൻ മാനസാന്തരപ്പെട്ടു. എനിക്കും അതുപോലെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ, യേശുനാമം വിളിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ തിരുമുഖം നമ്മുടെ മനസ്സിൽ കണ്ട് വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം.
പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ സ്വീകരിക്കുന്ന ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും ഓരോ തുള്ളി രക്തത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും പതിയപ്പെടുകയാണ്. ദിവ്യകാരുണ്യ മുദ്ര, ഈശോയുടെ തിരുമുഖത്തിൻ്റെ മുദ്ര, തിരുഹൃദയത്തിൻ്റെ മുദ്ര നമ്മളിൽ ഉച്ചി മുതൽ ഉള്ളംകാല് വതിലെ പതിപ്പിക്കപ്പെടുന്നൊരു സമയമാണ്. ഈശോ നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നീ ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക്, നമ്മളുമായി ഇടപെടുന്ന എല്ലാവർക്കും നമ്മൾ അനുഗ്രഹമായി മാറും. ഈശോ നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്നു. അതുപോലെ ഇന്ന് പട്ടിണി കിടക്കുന്നവരുണ്ട്, താമസിക്കാൻ ഭവനമില്ലാത്തവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, ഡി അഡിക്ഷൻ സെൻ്ററുകളിലുള്ളവരുണ്ട്, ജയിലുകളിലും അനാഥ മന്ദിരങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും ഉള്ളവരുണ്ട്, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർ, മരണാസന്നരായിട്ടുള്ളവർ, ഇനി ഒരു ചികിത്സയും ബാക്കിയില്ലാത്ത വിധത്തിൽ പാലിയേറ്റീവ് കെയറിൽ കഴിയുന്നവർ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ക്യാൻസർ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ഗുരുതരമായ രോഗപീഠകളിലൂടെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ, നാളെ ഓപ്പറേഷന് വേണ്ടി ഇന്ന് രാത്രിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഏകാന്തതയിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവർ, വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങൾ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ എല്ലാവരിലേക്കും ഒഴുകിയിറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി അന്വേഷിക്കുന്ന മക്കളെയും, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെയും, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ നിന്നകന്ന് വിദൂരങ്ങളിൽ, അന്യസംസ്ഥാനങ്ങളിൽ, വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെയും അവിടെ ആയിരിക്കുന്ന അവസ്ഥകളിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം ഓർക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ഈ പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ, സാധിക്കുന്ന എല്ലാവരും ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഹൃദയം പരിശോധിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും സമൃദ്ധിയും നൽകുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി, ആരോഗ്യവും പ്രാർത്ഥനയും ഒക്കെയുള്ളൊരു രാത്രി ആശംസിക്കുന്നു. നാളെ ബുധനാഴ്ച കാലത്ത് 9 മണി മുതൽ 12 മണി വരെ ഈ ആലയം വൃത്തിയാക്കുന്ന ശുശ്രൂഷകളൊക്കെ ഉണ്ട്. ആഗ്രഹിക്കുന്നവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. രാത്രി 7:30 മണിക്കായിരിക്കും ജപമാല പ്രദക്ഷിണം ആരംഭിക്കുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.